ഒരു നാൾ ഒരു പോത്ത് തൻ്റെ സ്വന്തം നിഴൽ കണ്ടിട്ട് തനിക്ക് ഇത്രയും വലിപ്പമുണ്ടോ, ഇത്രയും വലുതാണോ താൻ, ഇത്രയും സൈസ് അതിനുണ്ടോ എന്ന് സ്വയം തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ നിമിഷം മുതൽ ഈ പോത്ത് തൻ്റെ ശാരീരിക വലിപ്പം സ്വയം മാനിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി, എന്നാൽ ഏറെ അഹങ്കാരത്തോടു കൂടി നടക്കാൻ തുടങ്ങി. താൻ പോത്ത്, എങ്കിലും ഇത്രയും വലിയ ശരീരം, അതിൻ്റെ ഉടമസ്ഥനാണ് താൻ എന്ന് സ്വയം ധരിച്ച് ധിക്കരിച്ച് അഹങ്കരിച്ച് നടക്കുക പ്രൗഢിയോടുകൂടി. അന്നേരം ഉണ്ട് ഒരു ആന മുന്നിലൂടെ നടന്നു വരുന്നു. അപ്പോൾ ആനയുടെ ആ നിഴൽ കണ്ടപ്പോൾ അതിൻ്റെ വലിപ്പം പോത്തിനെ നിർണ്ണയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ആന ഈ കാണുന്നതിനെക്കാട്ടിലുമൊക്കെ ഭയങ്കര വലുതാണല്ലേ, അപ്പോൾ എൻ്റെ വലിപ്പം ഞാൻ നിഴലിൽ കണ്ടത് ഒന്നും അല്ല അല്ലേ എന്ന് സ്വയം ഈ പോത്ത് തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ അങ്ങനെ ലയിച്ച് ഇല്ലാതെയായി, അലിഞ്ഞ് ഇല്ലാതെയായി. ഇത്രയേ ഉള്ളൂ അഹങ്കാരത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് സ്വന്തം നിഴൽ കണ്ടിട്ട് ആരും സ്വയം വിലയിരുത്തേണ്ട താൻ ആരൊക്കെയാണ്. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ലഭിച്ചിട്ടുള്ള സമ്പദ് സമൃദ്ധി അല്ലെങ്കിൽ എന്തൊക്കെയോ ആണ് ആർഭാടങ്ങൾ എക്കാലവും നിലനിൽക്കും എന്ന് നാം കരുതേണ്ടതില്ല. അതിനാൽ അഹങ്കാര മൂഢാത്മാക്കൾ ആണ് ഈ പോത്ത് തൻ്റെ സ്വന്തം നിഴൽ കണ്ട് അഭിമാനം കൊണ്ടതുപോലെ. എന്നാൽ ആനയുടെ വലിപ്പം കണ്ടപ്പോൾ, അതിന് നിഴലിനോട് കണ്ടപ്പോൾ അത്രയ്ക്കും ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന ഇത് പോസിറ്റീവ് സെൻസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ താൻ സ്വയം വില കുറച്ച് കാണുന്ന അവസ്ഥയല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അഹങ്കാരം പാടില്ല, ധിക്കാരം പാടില്ല. സ്വന്തം നിഴൽ കണ്ട് ഭയപ്പെടുകയും വേണ്ട, അതാണ് താനെന്ന് സ്വയം ധരിക്കുകയും വേണ്ട. കാരണം നമ്മൾ ഭൗതിക ജീവിതത്തിൽ കേവലം കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ ജീവിക്കാൻ വന്നവരാണ്. അഹങ്കാരവും ധിക്കാരവും പാടില്ല എന്നതാണ് ഈ പോത്തിൻ്റെ നിഴൽ ദൃഷ്ട്യം, ആ ഒരു അതിൻ്റെ ദർശനത്തിലൂടെ അതിനെ മനസ്സിലാക്കിയത് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അറിവിൻ്റെ മുത്തുകൾ, വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ. ഇതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. അതുകൊണ്ട് സുഗന്ധവും സംഗീതവും ധ്യാനവും അറിവും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഉക്കുലേലെ മെഡിറ്റേഷൻസിലേക്ക് വരൂ. സ്വയം നിങ്ങൾ ആരാന്ന് തിരിച്ചറിയുക. ശരിക്കുമുള്ള നിങ്ങൾ എന്താണ്, ആരാണ്. നിങ്ങൾ ഭൂമിയിൽ വന്നു, കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ. നാം വിരുന്നുകാരാണ് ഭൂമിയിൽ, അഹങ്കരിക്കാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവ് ധ്യാനത്തിലൂടെ, എന്നാൽ ഊർജ്ജസ്വലതയും ഉന്മേഷത്തോടുകൂടി ഭൂമി ജീവിതം നയിക്കാം, ശുഭകരമായ കാഴ്ചപ്പാടോടുകൂടി, പോസിറ്റീവായിട്ട്. അപ്പോൾ എല്ലാവരോടും എല്ലാത്തിനോടും ആ ശുഭ കാഴ്ചപ്പാട് ഉണ്ടാകും എന്നതാണ് വാസ്തവികത. ഇതാണ് തിരിച്ചറിവ്, ഇതാണ് യഥാർത്ഥം. 9605743596 എന്ന നമ്പർ. ഞാൻ കൊല്ലം ഐത്തിരിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ്. വരിക. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഫാമിലി കൗൺസിലിംഗ്, ഹിപ്നോതെറാപ്പി ഒക്കെ പ്രയോജനപ്പെടുത്തൂ. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വരിക. വെൽക്കം.